പക്ഷെ ആ ഒരു കാര്യം ശുഭയോട് തുറന്നു പറയാതിരിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞങ്ങളെല്ലാം മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആരും അത് അറിയത്തില്ലെന്നാ കരുതിയത്. പക്ഷേ അതെല്ലാം എല്ലാവരും മനസ്സിലാക്കിയെടുത്തു. അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ മുരളിയും അറിഞ്ഞതുപോലെ തന്നെ. എങ്ങനെയാണ് ഇതൊക്കെ? മനസ്സിൽ ഓരോന്ന് ആലോചിച്ചു കൂട്ടി വെറുതെ പഠിത്തത്തിൽ ഉഴപ്പാൻ നിൽക്കരുത്, മനസ്സിലായില്ലേ? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് പേടിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ പോട്ടെ. പറഞ്ഞോ പറഞ്ഞു. അയ്യോ ജാനകി വാ മോളെ. വരമഞ്ഞള് പാടാൻ പറയടാ. ജാനു ജാനു വരമഞ്ഞളാടിയ പാട്ട് അത് പാടാൻ പറയുന്നു. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പരന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. നീ എന്താ വരമഞ്ഞളാടിയ പാടാതിരുന്ന്? രാം എപ്പോഴും പറയുന്നതല്ലേ. ചേട്ടൻ എന്റെ ബോക്സ് എടുത്തോണ്ട് പോയി ചേച്ചി പാട്ട് പാടിയത് തിരിച്ചു തരാന്ന് പറഞ്ഞു. അതിന് മാത്രം ഈ പാട്ടിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ നിന്റെ പിന്നാലെ നടക്കുവല്ലേ, ഒന്ന് പാടി കൊടുത്തുവിടും നിനക്ക്. ജാനകി അതെ ജാനകി, അത് പിന്നെ ജാനകി വരമഞ്ഞളാടി പാട്ട് പാടണമെന്ന് രാമചന്ദ്രന് ആഗ്രഹമുണ്ട്. മിസ്റ്റർ മുരളി, ഇത് കല്യാണം വീട്ടിൽ നടക്കുന്ന ഗാനമേളയല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വേറെ ആളെ കൊണ്ട് പറയിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായോ? എന്താടാ പറഞ്ഞേ? പാടാന്ന് പറഞ്ഞോ? നോക്കിക്കോ, അവള് വേറെ പാട്ട് പാടും. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, ആകാശ പൊന്നാലിനിലകളിലായത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാലിനിലകളിലായത്തിൽ തൊട്ടേ വരാം, തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, ആകാശ പൊന്നാലിനിലകളിലായത്തിൽ തൊട്ടേ വരാം, തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇതാ ചോക്ലേറ്റ് എടുക്ക്. അമ്പലത്തിൽ പോയോ? രാവിലെ തന്നെ പോയി ഞാൻ. ആ പേടിത്തോണ്ടിരുന്നേ. അമ്മ വന്നിട്ടുണ്ട്, തിരിഞ്ഞു നോക്കരുതേ. ഈ ഡ്രസ് കൊള്ളാലോ, എവിടുന്ന് വാങ്ങിയതാ? സിറ്റി സിൽക്സ്, അച്ഛൻ വാങ്ങി തന്നതാ. ഇനി നോക്കിയോ, വേഗം തിരിഞ്ഞു നോക്ക്. ദാ എടുത്തോ. എടാ എനിക്ക് എന്താടാ ഇത്? എടാ നിക്കടാ, നീ ശരിക്കും പിടിച്ചു, ഇല്ലെങ്കിൽ എനിക്ക് തല്ലുള്ളൂ. ഒരെണ്ണോട് എടുക്ക്. പോത്ത് പോലെ വളർന്നില്ലേ, പിന്നെ നിനക്ക് എങ്ങനെ ഒരു ചോക്ലേറ്റ് തികയാ? ഒരെണ്ണം കൂടെ എടുത്തോ. അതിലെ മാംഗോ മിഠായി ഇടടാ. എടുക്കടാ. താങ്ക്സ്. താങ്ക്സാ? ഇന്നെന്താ പ്രത്യേകത എന്നറിയോ? ഒരു വിഷെങ്കിലും ചെയ്തൂടെ? ഹാപ്പി ഹാപ്പി ഹാപ്പി?
ഹാപ്പി ദീപാവലിയാ അല്ലെങ്കിൽ ഹാപ്പി ന്യൂ ഇയറോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. നീ എന്ത് ഇങ്ങനെ വേർക്കുന്നേ? ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? എടി എന്റെ ചേട്ടൻ സ്പോർട്സ്മാൻ അല്ലേ, റണ്ണിങ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വന്നതായിരിക്കും അല്ലേടാ? എന്താടാ നിന്റെ ഹാർട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നേ? എന്താ? നീ തന്നെ തൊട്ടു നോക്ക്. എടാ നീ പോയി വെള്ളം എടുത്തിട്ട് വാ. ഒരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കാൻ ധൈര്യം പോലും ഇല്ല. നാണം കെടുത്താൻ ഒന്ന് എഴുന്നേൽക്ക്. ജാനുവിനെ കാണുമ്പോ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് അവളോടുള്ള സ്നേഹത്തിന്റെ അളവ് എത്രമാത്രം ഉണ്ടെന്ന് അവളും മനസ്സിലാക്കിയില്ല. പക്ഷേ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന രാമചന്ദ്രൻ എന്ന എനിക്ക് ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. അവളെ കാണുന്ന സമയത്തൊക്കെ എന്റെ നോട്ടം എപ്പോഴും അവളിൽ തന്നെയായിരുന്നു. കല്യാണത്തിന് ശേഷം ജാനകിയുടെ പേരെന്താണെന്നറിയോ? ജാനകി രാമചന്ദ്രൻ. ജാനു ഒന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ. എടാ നിന്റെ വാ അടങ്ങിയിരിക്കില്ലേ? അവളോടുള്ള സ്നേഹം പുറത്തു പറയാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നീറുകയായിരുന്നു. എടാ രാമചന്ദ്ര, 2 മാസം ലീവല്ലേ? എന്നെ കാണാതെ നീ എങ്ങനെ ജീവിക്കും? എടി ജാനു വേഗം നടന്നേ. ഇനി എത്ര ആളാന്ന് കരുതി എങ്ങനെ വാടിപ്പൊടി വിളിക്കുന്ന? ചേച്ചി നല്ല വിളിക്കണ്ടേ? എന്തേ അതൊന്നും നിനക്ക് അറിയാൻ പാടില്ലേ? അല്ലടാ. അതൊക്കെ എനിക്കറിയാം. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഒന്ന് വേഗം വാ. മോനെ ഇങ്ങ് പോരെ. ഇതാ വരുന്നു. എന്താ പൊക്കോട്ടെ? ഇതെന്തായാലും മറക്കില്ലല്ലോ. ഹാപ്പി ഹോളിഡേയ്സ്.